ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആൻസി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൊണ്ടുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ ചാനലിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓൾറെഡി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്, എനിക്ക് തോന്നുന്നു ഫൗണ്ടേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഞാൻ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ കരുതിയത് കുറച്ച് തിയറീസ് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമാണല്ലേ. അപ്പോൾ സൈക്കോളജി തിയറി ഞാൻ എടുത്തിട്ടില്ല, ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് തിയറിയിലോട്ട് പോകുന്ന എഴുതി. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിക്കാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതൊരു 10 ക്വസ്റ്റ്യനാണ് പറയുന്നത്, സിമ്പിളായിട്ടുള്ള, ഏകദേശം എല്ലാ എക്സാമിനും കണ്ടുവരുന്ന ഈ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാം. First question, someone who feels as though they are not living up to expectation would be described by Adler as having option A, low self-realization, option B, Adlerian complex, option C, an inferiority complex, option D, low actualization. ആൽഡർ പറയുന്നത് ഒരാൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ലീവ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ളവരെ നമുക്കൊരു കോംപ്ലക്സ് ആക്കി പറയാം. അപ്പോൾ ആൽഡറിൻ്റെ വ്യൂ പോയിൻറ്റിൽ അതിനെ എന്തു പറയുന്നു? ആൽഡർ അത് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ സെൽഫ് റിയലൈസേഷൻ ലോ ആയിരുന്നു, ബി അൽഡേറിയൻ കോംപ്ലക്സ്, സി ആൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഡി ലോ ആക്ച്വലൈസേഷൻ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് റൈറ്റ് ആൻസർ. അതുപോലെ തന്നെ ആൽഫ്രഡ് അഡ്ലറിൻ്റെ മറ്റൊരു കോൺട്രിബ്യൂഷനാണ് ഇൻഡിവിജ്വൽ സൈക്കോളജി. ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന കൺസെപ്റ്റും കൊണ്ടുവന്നത് ആൽഡറാണ്. ഓക്കെ, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഫ്രൂഡ്, ദാറ്റ് സിഗ്മണ്ട് ഫ്രൂഡ്, ദ മൈൻഡ്സ് ഹാവ് 3 കമ്പോണൻസ്. സിഗ്മണ്ട് ഫ്രൂഡ് 3 കമ്പോണൻസ് പറഞ്ഞിട്ടുണ്ടല്ലേ, മനസ്സിന് 3 കമ്പോണൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ആ കമ്പോണൻസ്? ഓപ്ഷൻ എ, ഈഗോ, ഈത്ത്, സൂപ്പർ ഈഗോ. ഓപ്ഷൻ ബി, അൺകോൺഷ്യസ്നെസ്, മോറൽ ആൻഡ് ഇമ്മോറൽ. ഓപ്ഷൻ സി, ഓറൽ, ഏനൽ, ഫാലിക്. ഓപ്ഷൻ ഡി, പ്രൈമറി, സെക്കൻഡറി, ടെറിഷ്യറി. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻസ് ഒന്ന് നോക്കി. ഓപ്ഷൻ എ, ഈത്ത്, ഈഗോ, സൂപ്പർ ഈഗോയാണ് ആൻസർ. ഈതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്ലഷർ പ്രിൻസിപ്പിൾ. എന്നാൽ നമുക്ക് കുറച്ച് ഇമ്പൾസ് വരും, നമ്മളത് ചെയ്യും, പക്ഷെ പൊട്ടൻഷ്യൽ പണിഷ്മെൻറ്റിനെ കുറിച്ചൊന്നും ഓർക്കത്തില്ല, കുഞ്ഞുമക്കൾ, അങ്ങനെ ആലോചിക്കാം. അടുത്ത് ഈഗോ, റിയാലിറ്റി പ്രിൻസിപ്പിൾ, നമ്മളത് റിയാലിറ്റി മനസ്സിലാക്കി വരുന്നു. ഇൻ ബിറ്റ്വീൻ ഈത് ആൻഡ് സൂപ്പർ ഈഗോ. ദെൻ സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ മോറൽ പ്രിൻസിപ്പിൾ, നമ്മൾ റൈറ്റ് ചെയ്ത് റോങ് ആണ് ഏതെന്ന് നമുക്ക് മനസ്സിലാവും, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. അവർ പേഴ്സണാലിറ്റി വിച്ച് ടെൽസ് അസ് റൈറ്റ്സ് ഫ്രം റോങ്, അവർ കോൺഷ്യസ്നെസ്, അതാണ് സൂപ്പർ ഈഗോ. ഈതെന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ ആയിരിക്കും. ഈഗോ എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ റിയാലിറ്റി പ്രിൻസിപ്പിൾ. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ മോറൽ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ മറ്റു പേരുണ്ടല്ലോ, ഈ പ്ലഷർ പ്രിൻസിപ്പിൾ, റിയാലിറ്റി ആൻഡ് മോറൽ, അതൊന്ന് ഓർത്ത് വയ്ക്കുക, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ്, the idea that you can assess someone's personality by studying their face is called. Option A, phrenology. Option B, physiology. Option C, somatology. Option D, physiognomy. ഏതായിരിക്കും ആൻസർ? നമ്മുടെ ഫേസ് കണ്ടിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ. ഓപ്ഷൻ ഡി, ഫിസിയോഗ്നമിയാണ് കറക്റ്റ് ആൻസർ. The fourth question, the Dash complex is to girls and the Dash complex is for boys. ഈ പറയുന്നതിൽ ഒരെണ്ണം ബോയ്സിനും ഒരെണ്ണം ഗേൾസിനുള്ള ഒരു കോംപ്ലക്സ് ആണ്, അത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ, ഇലക്ട്ര ആൻഡ് ഇഡിപ്പസ്. ഓപ്ഷൻ ബി, ഇഡിപ്പസ് ആൻഡ് ഇലക്ട്ര. ഓപ്ഷൻ സി, ഓറൽ ആൻഡ് ഫാലിക്. ഓപ്ഷൻ ഡി, ഫാലിക് ആൻഡ് ഓറൽ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഗേൾസിനുള്ളത് ഇലക്ട്ര കോംപ്ലക്സും ബോയ്സിനുള്ളത് ഇഡിപ്പസ് കോംപ്ലക്സ് ആണ്. ഓക്കെ, നമുക്ക് ഇതെങ്ങനെ കൺഫ്യൂഷനെല്ലാം ഓർത്ത് വയ്ക്കാൻ ഞാൻ ഐഡിയ പറയാം. ബോയ്സ് എന്ന് എഴുതുമ്പോൾ നടുക്കൊരു ഓ ഉണ്ടല്ലേ, അപ്പോൾ ഇഡിപ്പസിലും ഒരു ഓ ഉണ്ട്, അപ്പോൾ ആ ഓ തമ്മിൽ ഓർത്ത് വയ്ക്കുക. ബോയ്സ് ഓ ഉണ്ട്, അപ്പോൾ ഇഡിപ്പസ്. അതായത് ഒരു ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന ഒരു അഫിനിറ്റിയും ഒരു പെൺകുട്ടിക്ക് അച്ഛനോട് തോന്നുന്ന ഒരു അഫിനിറ്റിയുമാണ് ഇലക്ട്ര കോംപ്ലക്സ് എന്നും ഇഡിപ്പസ് കോംപ്ലക്സ് എന്നും നമ്മൾ പറയുന്നത്. സണ്ണ് അല്ലെങ്കിൽ ബോയ് ഓ ഉണ്ട്, ഇഡിപ്പസ് സണ്ണിന് കൊടുക്കുക, മറ്റ് ബാക്കിയുള്ളത്
പെൺകുട്ടിക്ക് കൊടുക്കുക. അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ക്ലിയർ? ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5th question, Sigmund Freud founded dash approach to understanding human behavior. ഈ താഴെ പറയുന്നതിൽ ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടി സിഗ്മണ്ട് ഫ്രോയിഡ് കണ്ടുപിടിച്ച അപ്രോച്ച്. ഓപ്ഷൻ എ പാലിയേറ്റീവ്, ഓപ്ഷൻ ബി സൈക്കോഡൈനാമിക്, ഓപ്ഷൻ സി പാട്രിയോണിക്, ഓപ്ഷൻ ഡി സൈക്കിഡിലിക്. ഏതാണ് അപ്രോച്ച്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ ബി സൈക്കോഡൈനാമിക് ആണ് അല്ലേ. The next question, that is 6th question. According to Freud, children passes through 4 stages of psychosexual development. Which of the following show the stages in correct developmental order? Option A, oral, anal, phallic latency. Option B, latency, oral, anal, phallic. Option C, phallic, anal, oral, latency. Option D, ഓറൽ, ഫാലിക്, ലേറ്റൻസി, ഏനൽ. ഇതൊന്നും നമുക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരില്ലല്ലേ. നമ്മൾ ഫസ്റ്റ് BSc തൊട്ട് പഠിച്ചു തുടങ്ങുന്ന കാര്യമാണ്. എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു ഇത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരില്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓറൽ, ഏനൽ, ഫാലിക്, ലേറ്റൻസി. നെക്സ്റ്റ് വൺ ജെനൈറ്റൽ. ഓറൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബർത്ത് ടു 18 month ആണ്. അതിന് ഫോക്കസ് ചെയ്ത നമ്മുടെ ഫോക്കസ് ഓഫ് ലിബിഡേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലഷർ സെൻറ്റർ എന്ന് പറയുന്ന മൗത്താണ്. സക്കിങ്, ബൈറ്റിങ്, ചുയിങ്ങൊക്കെയാണ് ആക്ടിവിറ്റി അല്ലേ. ഇനി നമ്മുടെ ഈ ടാസ്ക് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചൈൽഡിന് കുറച്ച് അൺവാണ്ടഡ് ബിഹേവിയർ വരും അല്ലേ. സ്മോക്കിംഗ്, ഓവർ ഈറ്റിംഗ്, ഒബേസിറ്റി, ആൽക്കഹോളിസം, നെയിൽ ബൈറ്റിംഗ്, പിന്നെന്താ ഡ്രഗ് അഡിഷൻ, അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് വരും. ഏത് സ്റ്റേജ് കറക്റ്റായില്ലെങ്കിൽ ഓറൽ സ്റ്റേജ്. ഇനി ഏനൽ സ്റ്റേജ് ആണെങ്കിൽ 18 month to 3 year, അതായത് 2 to 3 year ആണ്. അവിടെ പ്ലഷർ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? ബവൽ ആൻഡ് ബ്ലാഡറിലാണ്. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യണം. സെൻട്രൽ ഫോക്കസ് ചെയ്താണ് എലിമിനേഷനും ടോയ്ലറ്റ് ട്രെയിനിങ്ങും. ഓക്കെ. ഇനി ഫാലിക് സ്റ്റേജ് ആണെങ്കിൽ 3 to 6 year ആണ്. ആ സമയത്താണ് നമ്മൾ ജെനൈറ്റൽ ഏരിയ ഒരു സോഴ്സ് ഓഫ് പ്ലഷർ എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നത്. സെക്ഷൽ ഐഡൻറ്റിറ്റി ഒക്കെ മനസ്സിലാക്കുന്നു. ആ സമയത്ത് വരുന്ന ഡെവലപ്മെൻറ്റാണ് ഇലക്ട്രാ കോംപ്ലക്സ് ഫീമെയിൽസിലും ഇഡിപ്പസ് കോംപ്ലക്സ് മെയിൽസിലും. ഓക്കെ. ഫ്രൂട്ട്സ് തന്നെയാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഓപ്പോസിറ്റ് സെക്സിനോട് പാരൻസിനോട് തോന്നുന്ന ഒരു അഫിനിയേഷൻ. അതായത് ചൈൽഡ്സ് അൺകോൺഷ്യസ് ഡിസൈഡ് ടു എലിമിനേറ്റ് ദ പാരൻസ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ് ആൻഡ് പൊസസ് ദ പാരൻസ് ടു ഓപ്പോസിറ്റ് സെക്സ്. ആ ഓപ്പോസിറ്റ് സെക്സ് അതായത് പെൺകുട്ടിക്കാണെങ്കിൽ അമ്മയോട് തോന്നുന്ന ഒരു പൊസസീവ്നെസ് അല്ലെങ്കിൽ അവരെ എലിമിനേറ്റ് ചെയ്യണം എന്നൊരു ഡിസയർ വരും അൺകോൺഷ്യസ്ലി. അതിനെയാണ് ഇഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്രാ കോംപ്ലക്സ് പറയുന്നത്. ദ നെക്സ്റ്റ് സ്റ്റേജ് ഏതാണ്? ലേറ്റൻസി സ്റ്റേജ്. 6 to 12 year അല്ലെങ്കിൽ 7 to 11 years ആ റേഞ്ചിൽ വരുന്നത്. അതെന്താണ്? ചൈൽഡ് ലേൺസ് ടു സോഷ്യലൈസ് ചെയ്യാനൊക്കെ പഠിച്ചു തുടങ്ങുന്നു. പിന്നെ സെക്ഷൽ അർജൊക്കെ കണ്ടിന്യൂസ്ലി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദ ലാസ്റ്റ് വൺ ഈസ് ജെനൈറ്റൽ, അതായത് 11 year to adulthood. അവിടെയാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അഫിനിറ്റി തോന്നുന്നു അല്ലേ. സെക്ഷൽ മെച്യൂരിറ്റി ആൻഡ് സാറ്റിസ്ഫാക്ടറി റിലേഷൻഷിപ്പ് വിത്ത് ഓപ്പോസിറ്റ് സെക്സ്. അപ്പോൾ ഇത്രയാണ് ഫ്രൂട്ട്സിൻ്റെ സൈക്കോ സെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് പറയുന്നത്. ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി ആൻഡ് ജെനൈറ്റൽ സ്റ്റേജ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ ആണല്ലോ ഇത്? ഓക്കെ. 7th question, which of the following is not a defense mechanism? ഡിഫെൻസ് മെക്കാനിസത്തിൽ വരാത്തത്, ഈ പറയുന്നതിൽ ഏതാണ് ഡിഫെൻസ് മെക്കാനിസം അല്ലാത്തത്? ഓപ്ഷൻ എ പ്രൊജക്ഷൻ, ഓപ്ഷൻ ബി റിഗ്രഷൻ, ഓപ്ഷൻ സി ഇൻട്രാഗ്രിറ്റേഷൻ, ഓപ്ഷൻ ഡി സബ്ലിമേഷൻ. ഓപ്ഷൻ എ പ്രൊജക്ഷൻ, ഓപ്ഷൻ ബി റിഗ്രഷൻ, ഓപ്ഷൻ സി ഇൻട്രാഗ്രാറ്റിയേഷൻ, ഓപ്ഷൻ ഡി സബ്ലിമേഷൻ. പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. ഓപ്ഷൻ സി ആണ് ഡിഫെൻസ് മെക്കാനിസം അല്ലാത്തത്. ഡിഫെൻസ് മെക്കാനിസം എന്താണ്? ഡിഫെൻസ് മെക്കാനിസം നമുക്കൊരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ ഇവൻ്റ് വരുമ്പോൾ നമ്മൾ ആ ഇവൻ്റുമായിട്ട് കോപ്പി ചെയ്ത് നമ്മളെ സെൽഫ് എസ്റ്റീം അറ്റൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് മെത്തേഡ്സിനെയാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ. ഡിഫെൻസ് മെക്കാനിസം നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇസ് എ മെത്തേഡ് ഓഫ് അറ്റംപ്റ്റിംഗ് ടു പ്രൊമോട്ട് സെൽഫ് എസ്റ്റീം ആൻഡ് ഇൻ കോപ്പിംഗ് വിത്ത് ബേസിക് ഡ്രൈവ്സ് ഓർ ഇമോഷണലി പെയിൻഫുൾ തോട്ട്സ്, ഫീലിംഗ് ഓർ ഇവൻറ്റ്സ്. ഇതാണ് ഡിഫെൻസ് മെക്കാനിസം. ഇനി ഡിഫെൻസ് മെക്കാനിസം പല തരത്തിലുണ്ട്. ഓക്കെ. ഫസ്റ്റ് വൺ പറയുന്നത് ഇതിൽ ഫസ്റ്റ് വൺ കോമ്പൻസേഷൻ.
കോമ്പൻസേഷൻ എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി സ്റ്റഡീസിലൊക്കെ ഫെയിലായി, അപ്പോൾ ആളെന്ത് ചെയ്യും, ആ ഏരിയ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സ്പോർട്സിൽ നല്ല ആക്റ്റീവായിട്ട് കോളേജ് ചാമ്പ്യനൊക്കെ ആവും. അതായത് ഒരു ഏരിയ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീക്ക് പോയിൻ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ഏരിയയിൽ ആക്റ്റീവ്, അതാണ് കോമ്പൻസേഷൻ. നെക്സ്റ്റ് വൺ, ഡിനെയിൽ. ഡിനെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ ആ റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ, സ്മോക്കിംഗ് ചെയ്യുന്നവർക്ക് അറിയാം അത് ഇഞ്ചുറീസ് ടു ഹെൽത്ത് ആണ്, പക്ഷേ ആ ഒരു റിയാലിറ്റി അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാണ് ഡിനെയിൽ. അതായത് റെഫ്യൂസ് ടു ഫേസ് എ നെഗറ്റീവ് ബിഹേവിയർ. സംഭവം ഇതാണ്, ഒരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റിഫ്യൂസ് കാണിക്കുന്നു. ഡിനെയിൽ എന്ന് പറയുന്ന എക്സാമ്പിളാണ്, സ്മോക്കേഴ്സിന് അറിയാം ഇഞ്ചുറീസ് ടു ഹെൽത്ത് ആണ്, പക്ഷേ അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ആ റിയാലിറ്റിയിലോട്ട് അവരെത്തത്തില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ, ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ഫീലിങ്സും ഫ്രസ്ട്രേഷനൊക്കെ കാണും. അത് നമ്മൾ എന്ത് ചെയ്യും, ലെസ് ത്രെട്ടൻഡ് ആയിട്ടൊരു ഒബ്ജക്റ്റിനോട് കാണിക്കും. അതായത് മറ്റുള്ളവർ ടേക്ക് ഇറ്റ് ഔട്ട് ഫോർ സമ്മൺ എൽസ്, അതായത് നമ്മളോട് തീർക്കത്തില്ല, അത് മറ്റുള്ളവരോട് കാണിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഹസ്ബൻഡിന് ഒരു ബാഡ് ഡേ ആണ്, ഓഫീസിൽ ഫുൾ ഷൗട്ടിങ്, ഹയർ അതോറിറ്റിയിൽ നിന്ന് വഴക്കിയിട്ടെങ്കിൽ എന്ത് ചെയ്യും, വീട്ടിൽ വന്ന് കുട്ടികളോടും ഭാര്യയോടും കാണിക്കും, അല്ലേ? അത് ഇവിടുന്ന് ഡിസ്പ്ലേസായി മറ്റൊരു സ്ഥലത്തോട്ട് പോകും. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ കോൺഷ്യസ്ലിയോ അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലിയോ നമ്മുടെ ഒരു ഫോൾട്ടിന് മറ്റുള്ള ഒരാളെ ബ്ലെയിം ചെയ്യും. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു എക്സാമ്പിളാണ് ഒരു സർജൻ്റെയും നേഴ്സിൻ്റെയും കാര്യം, അല്ലേ? സർജൻ ഒരു തെറ്റ് ചെയ്തു, സർജറി ഫെയിലായിപ്പോയി, അതിന് സർജൻ എന്ത് ചെയ്യും, സ്റ്റാഫിനെ പറയും, സ്ക്രബ് നഴ്സിനെ ബ്ലെയിം ചെയ്യും. ഓക്കെ. അതായത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ ആ സർജൻ എന്ത് ചെയ്യും, നേഴ്സിനെ ബ്ലെയിം ചെയ്യും. അതാണ് പ്രൊജക്ഷൻ. നെക്സ്റ്റ് വൺ, റാഷണലൈസേഷൻ. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഒരു അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ ആയിരിക്കും, പക്ഷേ അത് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ല അപ്രൂവ്ഡ് ആയിട്ടുള്ള റീസൺ നമ്മൾ റാഷണലൈസ് ചെയ്ത് പറയും. റാഷണലൈസേഷൻ എന്താ, ബിഹൈൻഡ് ദ റീസൺ, അതിൻ്റെ കാരണം പറയും. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ താമസിച്ചെത്തി, അത് അൺഅക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റുഡൻറ്റ് പറയും ബസ് ലേറ്റായിപ്പോയി. കൺസെപ്റ്റ് കിട്ടിയോ? നമ്മളൊരു അൺഅക്സെപ്റ്റബിളായിട്ടൊരു ബിഹേവിയർ കാണിച്ചിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു റീസൺ പറയും. ക്ലാസ്സിൽ താമസിച്ച് വന്നിട്ട് ബസ് ലേറ്റായിപ്പോയി, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ മെസ്സ് സെർവ് ചെയ്തത് ലേറ്റായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. അതാണ് റാഷണലൈസേഷൻ. നെക്സ്റ്റ് വൺ, റിയാക്ഷൻ ഫോർമേഷൻ. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയാം ആദ്യം. ഒരു 2 മക്കൾ, അതിൽ മൂത്ത ആൾക്ക് ഇളയാളെ സെക്കൻഡ് വണ്ണിന് ഒട്ടും ഇഷ്ടമല്ല, ഫുൾ ഓഫ് ദേഷ്യമാണ്. പക്ഷേ അത് പുറത്ത് കാണിക്കാതെ അത് കോൺഷ്യസ്ലി മറച്ചിട്ട് അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി മറച്ചിട്ട് ഭയങ്കര സ്നേഹം കാണിക്കും. അതായത് ഫുൾ ഇമോഷൻസ് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അതായത് നമ്മൾ അൺഅക്സെപ്റ്റബിൾ ഫീലിങ്സ് നമ്മൾ റീപ്ലേസ് ചെയ്ത് എക്സാക്റ്റ് ഓപ്പോസിറ്റ് ഫീലിങ്സോ ഇമോഷൻസോ കാണിക്കും. ദേഷ്യമാണെങ്കിൽ നമ്മൾ ഭയങ്കര സ്നേഹം കാണിക്കും. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ. നെക്സ്റ്റ് വൺ, റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ആക്ട് മച്ച് യങ്ങർ ടു ഫീൽ ബെറ്റർ. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് നമുക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ്ലി ആ സ്റ്റേജിലോട്ട് പോകും, കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഒരു അഡൾട്ട് ഏജിൽ ടെമ്പർ ടാൻട്രം കാണിക്കുന്നു, അപ്പോൾ പാരൻസ് അത് സമ്മതിച്ചു കൊടുക്കുവാണ്. ടെമ്പർ ടാൻട്രം പ്രീ സ്കൂൾ ഏജിലൊക്കെ കാണുന്നതാണല്ലേ, അപ്പോൾ നേരത്തെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഒരു ആക്ടിങ് കാണിക്കുന്നു. അതാണ് റിഗ്രഷൻ. ഇനി റിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അൺകോൺഷ്യസ് മെക്കാനിസമാണ്. ഒരു പെയിൻഫുള്ളായിട്ടൊരു ഇവൻറ്റ് നമ്മൾ അൺകോൺഷ്യസ്ലി മറന്നു പോകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുഞ്ഞുനാളിലെ നമ്മുടെ പാരൻസ് നമ്മളെ തല്ലി, നമ്മളത് എന്നും അത് കോൺഷ്യസ്ലി നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക, അത് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് പോകും, അല്ലേ? അതാണ് റിപ്രഷൻ. ഇനി നെക്സ്റ്റ് വൺ, റിച്വൽ ആൻഡ് അൺഡൂയിങ്. അൺഡൂയിങ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് നമ്മൾ അടി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യും. അതായത് നമ്മൾ അൺഹെൽത്തി ബിഹേവിയറിനെ അൺഡു ചെയ്യുന്നു ത്രൂ ആക്ഷൻ ബൈ എൻഗേജിങ് എ കോൺട്രാഡിക്റ്ററി ബിഹേവിയർ. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞാണെങ്കിൽ ഒരു തെറ്റ് ചെയ്തു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് അതിനെ ശിക്ഷിക്കും.
ശിക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്യും, പഴയൊരു ഇത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് ട്രീറ്റ് കൊടുക്കും. ദാറ്റ് ഇസ് ഗിവിങ് എ ട്രീറ്റ് ടു എ ചൈൽഡ് ഹു ഈസ് ബീങ് പണിഷ്ഡ് ഫോർ എ റോങ് ഡൂയിങ്. ദ ലാസ്റ്റ് വൺ ഈസ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസിനെ നമ്മൾ സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ടിവിറ്റി ആക്കി മാറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരാളോട് നമുക്ക് ഭയങ്കര ദേഷ്യമുണ്ട്, പക്ഷെ അത് നമുക്ക് ആ ദേഷ്യം ഡയറക്റ്റ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ സ്പോർട്സിൽ അയാൾ കൂടെ ഉണ്ടെങ്കിൽ അയാളെ തോൽപ്പിക്കാൻ നമ്മൾ നോക്കും. അതാണ് സബ്ലിമേഷൻ. നെഗറ്റീവായിട്ടുള്ള ഇതിനെ നമ്മൾ അക്സെപ്റ്റബിൾ ഫോമിലോട്ട് ആക്കും. അതായത് കോമ്പറ്റേറ്റീവ് ഒരു ബിഹേവിയർ കാണിക്കും അയാളോട് ദേഷ്യമാണെങ്കിൽ. അതാണ് സബ്ലിമേഷൻ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫെൻസ് മെക്കാനിസം. കോമ്പൻസേഷൻ, ഡിനയൽ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ, ഇൻട്രോജക്ഷൻ, പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, റിഗ്രഷൻ, ഡിപ്രഷൻ, അൺഡൂയിങ്, സബ്ലിമേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത്. ഓക്കെ, the next question is, a gifted child IQ is option A 100, option B more than 100, option C 120, option D 130. ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ IQ എത്ര ആയിരിക്കണം? മോർ ദാൻ ഓർ ഈക്വൽ ടു 130. ഇപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് 2-3 ക്ലാസിഫിക്കേഷൻ അവൈലബിൾ ആണ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഇതാണല്ലേ, 130 എബോ very superior, 120 to 129 superior, 110 to 119 high average, 90 to 109 average, 80 to 89 low average, 70 to 79 borderline, 69 or below extremely low. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക, കാരണം ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 2-3 ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു ഈ IQ ലെവലിൽ നിന്ന് മാത്രം, ക്ലാസിഫിക്കേഷനിൽ നിന്ന്. The next question is 9th question. Who is founder of individual psychology? ഈ ഇൻഡിവിജ്വൽ സൈക്കോളജി തന്നെ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആൽഫ്രഡ് അഡ്ലറിൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ സൈക്കോളജി കൊണ്ടുവന്നത് ആൽഫ്രഡ് അഡ്ലറാണ് കേട്ടോ. 10th question is founder of psycho analysis. സൈക്കോ അനാലിസിസിൻ്റെ ഫൗണ്ടർ ആരാണ്? ഓപ്ഷൻ എ ആൽഫ്രഡ് അഡ്ലർ, ഓപ്ഷൻ ബി ചെംസി, ഓപ്ഷൻ സി ഫ്രൂഡ്, ഓപ്ഷൻ ഡി കാൾ ജങ്. സൈക്കോ അനാലിസിസ് കൊണ്ടുവന്ന ആരാണ്? സിഗ്മണ്ട് ഫ്രൂഡ് ആണ്. സിഗ്മണ്ട് ഫ്രൂഡ് 1856 to 1939 ഫൗണ്ടർ ഓഫ് സൈക്കോ അനാലിസിസ് ആണ്. അതുപോലെ തന്നെ ഒരു ആദ്യമായിട്ട് ഒരു പേഴ്സണാലിറ്റി തിയറി കംപ്ലീറ്റ് ചെയ്തത് പ്രൊപ്പോസ് ചെയ്തത് സിഗ്മണ്ട് ഫ്രൂഡ് ആണ്. പ്രൊപ്പോസ് ദ ഫസ്റ്റ് കംപ്ലീറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. അപ്പോൾ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. അതായത് ഒരു 10 ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഇനി അടുത്ത് ഇതിൻ്റെ തിയറി ക്ലാസ് ആയിരിക്കും ഞാൻ ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്